ഹായ്, SL ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലപ്പോഴും നമുക്ക് പലർക്കും തോന്നുന്നൊരു സംശയമാണ്, എന്തുകൊണ്ടാണ് ഒരാൾക്ക് പെട്ടെന്ന് മാറാൻ പറ്റുന്നത്? ഇപ്പൊ പല റിലേഷൻഷിപ്പിലും നമ്മൾ കാണാറുണ്ട് പലർക്കും ഈ ഒരു സംശയം വരുന്നതായിട്ട്. അതായത് എൻ്റെ പാർട്ട്ണർ പെട്ടെന്ന് മാറിയതുപോലെ എനിക്ക് ഫീൽ ചെയ്യാണ്, പണ്ടത്തെ പോലെ അല്ല, ഒരുപാട് മാറ്റങ്ങൾ ആൾക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ ഒരാൾക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നണം എന്നുണ്ടെങ്കിൽ അപ്പൊ അത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അതായത് ഒരാൾ പെട്ടെന്ന് മാറുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളത്. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. എനിക്ക് തോന്നുന്നു കുറെ ആളുകൾക്ക് അറിയണമെന്ന് ആഗ്രഹമുള്ള ഒരു ടോപ്പിക്കാണിത്. സോ അങ്ങനെ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളൊന്ന് കണ്ടുവെക്കുക. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർ പെട്ടെന്ന് മാറിയതാവില്ല, ആ മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കാൻ വൈകിപ്പോയതായിരിക്കും. അതായത് പെട്ടെന്നൊരു ദിവസം ഒരാളും മാറില്ല. അവരുടെ മാറ്റം ഓരോ ഘട്ടങ്ങളിലൂടെ വരുന്നത്. ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും അവരുടെ മാറ്റം ഇങ്ങനെ പുറത്തേക്ക് അറിയാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അതായത് പെട്ടെന്നൊരു ദിവസം മാറ്റം വന്നതല്ല, കുറേ ദിവസങ്ങൾ കൊണ്ട് വരുന്നതാണ്. നിങ്ങളത് ശ്രദ്ധിക്കാൻ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടാവാം. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം നിങ്ങൾ തമ്മിലൊരു ഇഷ്യൂ ഉണ്ടായി എന്ന് വിചാരിക്കുക, ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസമൊക്കെ ചിലപ്പോൾ ആള് അങ്ങനെ മിണ്ടാണ്ടിരുന്നിട്ടുണ്ടാവും. അത് ആ ദേഷ്യത്തിൻ്റെ പുറത്തൊക്കെ ആയിരിക്കാം. പിന്നെ നിങ്ങൾ ഓക്കെ ആവാൻ സാധ്യതയുണ്ട്. മിക്ക റിലേഷൻഷിപ്പ് അങ്ങനെയാണല്ലോ, പ്രശ്നം വരും, അത് പിന്നെ റെഡിയാവും, അങ്ങനെയൊക്കെ. അപ്പോൾ ആ പ്രശ്നം കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് ആൾ അങ്ങനെ തന്നെയാണ്, കുറച്ച് നാളെ ആൾ അങ്ങനെ തന്നെയാണ്, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങളത് ശ്രദ്ധിക്കുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പിന്നീടാണ് അത് ചിന്തിക്കാൻ തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ആ പ്രശ്നം കൊണ്ടാണ് ആൾക്ക് എന്തോ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ആള് മാറിയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, പെട്ടെന്നൊരു ദിവസം കൊണ്ടല്ല വരിക. ആ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ ആള് കുറേ ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും നിങ്ങളോടുള്ള അകൽച്ച കൂടി വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ആൾക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ ഒരു ദിവസം നിങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിക്കാൻ കുറച്ച് വൈകിപ്പോയതായിരിക്കാം. ഇപ്പോൾ രണ്ടാമതൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഉള്ളിൽ ഉണങ്ങാത്ത ഇന്ത്യയിലൊരു മുറിവ്, വേദന ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ നമ്മളതിനെ ആലോചിച്ച് നോക്കാം. നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു കാര്യം, മുന്നത്തെ കാര്യം തന്നെ ആയിരിക്കാം. ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ ഒരു റിലേഷൻഷിപ്പിലായിരുന്നു, ഭയങ്കരമായിട്ട് നമ്മൾ അവരെ സ്നേഹിച്ചിരുന്നു. അപ്പോൾ അവർ നമ്മളെ ചതിച്ചു എന്ന് വിചാരിക്കുക. എന്നിട്ട് ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി. നമുക്ക് ആ ഒരു വിഷമം മാറാൻ കുറേ ടൈം എടുക്കും. എന്നിട്ട് നമ്മൾ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോയി കഴിഞ്ഞാലും ആ ഒരു വിഷമം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും. ചിലപ്പോൾ നമുക്ക് ആ റിലേഷൻഷിപ്പും ഈ റിലേഷൻഷിപ്പായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ കൂടി ചെയ്യും. അതുപോലെ ആകുമോ എന്നൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നുന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ ഉണങ്ങാത്തൊരു മുറിവ് ഇപ്പോഴും കിടക്കുന്നതുകൊണ്ടാണ്. അവരങ്ങനെ ഇട്ടിട്ട് പോയി, അല്ലെങ്കിൽ അവരെന്നെ ചീറ്റ് ചെയ്തെന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ്. അത് നമ്മുടെ പുറത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ചിലപ്പോൾ ഇപ്പം സ്നേഹിക്കുന്ന ആളോട് ചിലപ്പോൾ ദേഷ്യപ്പെടും. അവർ കാണിക്കുന്ന ഓരോ പെരുമാറ്റത്തിലും നമ്മൾ ചെറിയ ചെറിയ സംശയങ്ങൾ കാണിക്കും. അങ്ങനെ അത് നമ്മുടെ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇവിടെ അങ്ങനെ തന്നെ ആയിരിക്കും. അവരുടെ ഉള്ളിൽ എന്നോ സംഭവിച്ച എന്തോ ഒരു കാര്യത്തിന്റെ ഒരു വിഷമം കിടപ്പുണ്ട്. അതുകൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ടാവാം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പോലെ തന്നെ ആയിരിക്കും. ചിലപ്പോൾ മുന്നേ എങ്ങാണ്ടോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ടാവാം. അത് കൃത്യമായി നിങ്ങൾ പറഞ്ഞ് സോൾവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ആളുടെ ഉള്ളിൽ അതിങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ, പിന്നീട് അങ്ങോട്ട് നിങ്ങളോട്ടുള്ള ദേഷ്യമായിട്ടൊക്കെ അത് മാറും, വെറുപ്പായിട്ടൊക്കെ മാറും. അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ആൾക്ക് നിങ്ങളെ ഇഷ്ടമല്ലാണ്ടൊക്കെ ആവും. അപ്പോൾ മുമ്പ് എപ്പോഴോ ഉള്ള ആ ഒരു പ്രശ്നം സോൾവ് ചെയ്തിട്ടില്ല, ആ ഒരു വിഷമമുള്ളിലുണ്ടെങ്കിൽ അങ്ങനെയാവാം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾ ഓൾറെഡി ടയേർഡായിരിക്കാം എന്നുള്ളതാണ്. അതായത് ആൾക്ക് ചിലപ്പോൾ കുറേ ഉത്തരവാദിത്തങ്ങൾ, ജോലികൾ, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഓൾറെഡി ആൾ കുറച്ച് ടയേർഡായിരിക്കും. അപ്പം അങ്ങനെ ആകുമ്പോൾ ആൾക്ക് ചിലപ്പോൾ നിങ്ങളോട് സംസാരിക്കാനുള്ള താല്പര്യം ഉണ്ടാവില്ല, അതിനുള്ള സമയം ഉണ്ടാവില്ല, കുറച്ച് സമയം റെസ്റ്റ് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ അടുത്ത് പെരുമാറാൻ പറ്റിയെന്ന് വരില്ല. മാരേജ് കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഒരു അമ്മയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ വീട്ടിൽ കുറേ കാര്യങ്ങളുണ്ട്, ജോബ് ഉണ്ടായിരിക്കും, കുട്ടികളുടെ കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പം എല്ലാം കൂടി മാനേജ് ചെയ്യുമ്പോൾ ആൾ ടയേർഡ് ആവും, സംശയമൊന്നുമില്ല. അപ്പം അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്യാൻ കഴിയണം എന്നില്ല. സോ അങ്ങനെ ഇമോഷണലി വളരെയധികം തളർന്നിരിക്കുന്ന ഒരു പേഴ്സണാണ് അവരെന്നുണ്ടെങ്കിൽ, അവരുടെ പെരുമാറ്റത്തിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ തോന്നാം. സംസാരിക്കുമ്പോഴൊക്കെ ഒരു താല്പര്യം ഇല്ലാത്തതുപോലെ, ക്ഷീണിതയായ പോലെ ആള് പറയുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി നാലാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രതീക്ഷകൾ തകർന്നിരിക്കാം എന്നുള്ളതാണ്. ആൾ ചിലപ്പോൾ കുറേ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ ഭാഗത്ത് നിന്ന്, ചിലപ്പോൾ അതൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. ഈ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് തന്നെ മേ ബി ആള് ആ റിലേഷൻഷിപ്പ് അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ഓരോ മൊമെന്റും ആള് ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്വപ്നം കണ്ടിരുന്ന ഒരാളായിരിക്കാം.
പക്ഷെ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും കിട്ടാണ്ട് വരണ സമയത്ത്, പ്രതീക്ഷകളെല്ലാം ഇല്ലാണ്ടാവുന്ന സമയത്ത് അവർക്ക് തന്നെ തോന്നും, എന്തിനാണ് ഞാൻ ഇതിൽ വന്നത്, വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ അവർക്ക് വരും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ പോലും അറിയാണ്ട് അവർ നിങ്ങളുടെ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ആ അകൽച്ച നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പൊ അങ്ങനെയും ആകാം പ്രതീക്ഷകൾ ഇല്ലാതെ ആകുന്ന സമയത്ത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരെന്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവും, അവർക്ക് എന്തൊക്കെ വേണമായിരുന്നു, അവരെന്തൊക്കെയാണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയാണ്. കുറെയൊക്കെ ആ രീതിയിൽ അവരോട് പെരുമാറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറെയൊക്കെ പ്രശ്നമില്ലാണ്ടാവും. അപ്പൊ പ്രതീക്ഷകൾ തകർന്നു പോയൊരു പേഴ്സണും മാറ്റം സംഭവിക്കാം. ഇനി ഏറ്റവും ലാസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞിരിക്കാം എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ്. അതിനെക്കുറിച്ച് ഒരുപാട് പറയേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതുമാണ്. സംസാരിച്ചില്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അകൽച്ച വരും, സ്വാഭാവികമായിട്ടും വരും. ഇപ്പൊ നിങ്ങൾ ഡെയിലി കാണുന്ന നിങ്ങളുടെ ഒരു ഫ്രണ്ടും വല്ലപ്പോഴും കാണുന്ന ഫ്രണ്ടും രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. രണ്ടുപേരോട് നിങ്ങൾക്കുള്ള അറ്റാച്ച്മെന്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അതേപോലെ റിലേഷൻഷിപ്പിലും ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ വളരെ നന്നായിട്ട് മുന്നോട്ട് പോകും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ചെറിയ ചെറിയ പൊരുത്തക്കേടുകൾ വരും. ഒന്നില്ലെങ്കിൽ ഒരാളിങ്ങനെ കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾക്ക് തോന്നും എപ്പോഴും ഇങ്ങനെ പരാതി പറയലേ ഉള്ളൂ എന്ന് തോന്നും. ഇഷ്ടക്കുറവുകൾ വരും. പിന്നെ നമുക്കത് വേണ്ടാന്ന് തോന്നും. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റാണ്. നമുക്ക് വിശ്വാസമൊക്കെ അവിടെ നഷ്ടമാവുന്നുള്ളതാണ്. ആശയവിനിമയം ഇല്ലെങ്കിലും പരസ്പരം അകൽച്ച വരാം. അപ്പോൾ അവർ മാറിയ നമുക്ക് തോന്നും. പിന്നെ നിങ്ങളുടെ മുൻഗണനകൾ മാറുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ മുൻഗണന മാറുമ്പോൾ, ജോലിക്കും അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങൾക്കും ഒക്കെ ആയിട്ട് അവർ പ്രാധാന്യം കൊടുത്തു തുടങ്ങുമ്പോൾ അതിനുവേണ്ടി അവർ എഫേർട്ട് ഇടാൻ തുടങ്ങും. അങ്ങനെ ആവുമ്പോൾ ഇവിടെ അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കുറഞ്ഞു പോകാം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പ്രയോറിറ്റീസിൽ മാറ്റം വരുമ്പോൾ, നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന പ്രയോറിറ്റിയിൽ മാറ്റം വരുന്നതെന്ന് തോന്നുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും ആ ഒരു അകൽച്ച കീപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയും വരാം മുൻഗണനകൾക്ക് മാറ്റം വരുന്ന സമയത്ത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ താല്പര്യമില്ല, നിങ്ങൾ എഫേർട്ട് എടുക്കുന്നില്ല എന്ന് തോന്നിക്കഴിയുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല, പക്ഷെ ആൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ആകുമ്പോഴും ആൾക്കും ഇഷ്ടക്കുറവ് വരും. അതായത് ഞാനാണോ അപ്പൊ പിന്നെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ, എനിക്കാണോ ആഗ്രഹമുള്ളത്, വേണ്ട എന്തിനാ വെറുതെ, അങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ അവരും വേണ്ടാന്ന് തോന്നും. അല്ലെ മീൻസ് അവർക്ക് വേണ്ടാന്ന് തോന്നും. അപ്പൊ അവരും റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കാൻ തയ്യാറാവും. അപ്പൊ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ആൾക്ക് എന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ട്, ആള് മാറാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു സംഭവം. സത്യത്തിൽ നിങ്ങൾക്ക് അവരെ വേണ്ട എന്നൊരു തോന്നൽ വരുമ്പോഴായിരിക്കാം അവർക്ക് പിന്നീട് ആ റിലേഷൻഷിപ്പ് വേണ്ട എന്നൊക്കെ തോന്നുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും അവർ അകൽച്ച പാലിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് പതിയെ പതിയെ നിങ്ങൾക്ക് ഫീൽ ചെയ്ത് തുടങ്ങും എന്നുള്ളതാണ്. ഇതൊക്കെയാണ് സാധാരണ ഒരാൾ മാറുന്നതിന്റെ പുറകിലെ കാരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അവർ മാറിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ പറഞ്ഞ് സോൾവ് ചെയ്യാത്തതുണ്ടോ, നിങ്ങളുടെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്കുകൾ ഉണ്ടോ, നിങ്ങൾ അവരെ നേരെ ശ്രദ്ധിക്കുന്നില്ലേ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. എന്നിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സംസാരിക്കുക, കുറേ സമയം ഇരുന്ന് സംസാരിക്കുക. അപ്പൊ അവർ റെഡി ആയിക്കോളും. കമ്മ്യൂണിക്കേഷനാണ് എല്ലാത്തിനുമുള്ള ഒരു നല്ലൊരു മെഡിസിൻ എന്ന് പറയുന്നത്. അത് കുറേ പേർക്ക് അറിയണ്ടാവും, കുറേ പേർക്ക് വലിയ ധാരണ ഉണ്ടാവില്ല. സോ കമ്മ്യൂണിക്കേഷന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്താൽ മതി. അപ്പൊ എന്തായാലും ഈ ഒരു കാര്യത്തിനുള്ള ഒരു എന്താ പറയാ സംശയങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കാം കേട്ടോ, മടിയൊന്നും വേണ്ട. അതേപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് ചോദിക്കാം. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.